നാവിക ഉടമ്പടി അവസാന ഭാഗം. ഞാൻ ഞെട്ടി ഉണർന്നു. ഒരെലി പലക കരളുന്നത് പോലുള്ള ശബ്ദം. അത് തന്നെയാണെന്ന് കരുതി ഞാൻ കുറച്ചു നേരം ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ കിടന്നു. അപ്പോൾ ആ ശബ്ദം ഉച്ചത്തിലായി. പെട്ടെന്ന് ജനാലയിൽ ക്ലിക്ക് എന്നൊരു ശബ്ദം കേട്ടു. ഞാൻ അത്ഭുതപ്പെട്ട് എണീറ്റിരുന്നു. ശബ്ദം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് സംശയമില്ല. ആദ്യത്തേത് പാളികൾക്കിടയിലൂടെ ഏതോ ലോഹ കഷ്ണം കടത്താൻ ശ്രമിച്ചതും രണ്ടാമത്തേത് കൊളുത്ത് തള്ളി മാറ്റിയതുമാണ്. പിന്നെ ഒരു 10 മിനിറ്റിന് ശേഷം നിശബ്ദമായിരുന്നു. ശബ്ദം കേട്ട് ഞാൻ ഉണർന്നോ എന്നറിയാൻ കാത്തിരുന്നതാകാം. അപ്പോൾ ജനാല മെല്ലെ തുറക്കുന്ന ശബ്ദം. എനിക്ക് പിന്നെ ക്ഷമിച്ചിരിക്കുവാൻ കഴിഞ്ഞില്ല. എൻ്റെ ഞരമ്പുകൾ ദുർബലമാണ്. ഞാൻ ചാടി എണീറ്റ് ജനാല തള്ളി തുറന്നു. അപ്പുറത്ത് ഒരാൾ പതുങ്ങിയിരിക്കുന്നു. എനിക്കയാളെ ശരിക്ക് കാണാൻ കഴിഞ്ഞില്ല. അയാൾ ഓടി മറഞ്ഞു കളഞ്ഞു. അയാളുടെ മുഖത്തിൻ്റെ കീഴ്വശം തുണി കൊണ്ടോ മറ്റോ മറച്ചിരുന്നു. ഒരു കാര്യം തീർച്ചയാണ്, അയാളുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നു. നീളമുള്ള ഒരു കത്തിയാണെന്ന് തോന്നുന്നു. തിരിഞ്ഞോടുമ്പോൾ അതിൻ്റെ തിളക്കം ഞാൻ കണ്ടു. വളരെ രസകരമായിരിക്കുന്നുവല്ലോ, ഹോംസ് പറഞ്ഞു. നിങ്ങൾ അപ്പോഴെന്ത് ചെയ്തു? എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ ജനാല വഴി അയാളെ പിന്തുടരുമായിരുന്നു. ഞാൻ മണിയടിച്ച് മറ്റുള്ളവരെ ഉണർത്തുവാൻ ശ്രമിച്ചു. അതിന് കുറച്ച് സമയമെടുത്തു. മണി അടുക്കളയിലാണ് അടിച്ചത്. ജോലിക്കാർ മുകളിലത്തെ നിലയിൽ ഉറങ്ങുകയായിരുന്നു. ഞാൻ ഉറക്കെ വിളിച്ചത് കേട്ട് ജോസഫ് ഓടി വന്നു. അയാൾ മറ്റുള്ളവരെ വിളിച്ചുണർത്തി. അവർ ജനൽപ്പടികളിൽ കാലടയാളങ്ങൾ കണ്ടെങ്കിലും വരണ്ട കാലാവസ്ഥയിൽ പുൽത്തകിടിയിൽ അടയാളങ്ങൾ കാണാൻ പ്രയാസമായിരുന്നു. റോഡിന് സമീപം തടി കൊണ്ടുള്ള വേലിയുടെ ഒരു ഭാഗം പൊട്ടിക്കിടന്നെന്നും അതിലെ ആരോ ചാടിപ്പോയ ലക്ഷണമുണ്ടെന്നും അവർ പറയുന്നു. ഞാൻ പോലീസിൽ അറിയിച്ചില്ല. അതിനു മുമ്പ് താങ്കളുടെ അഭിപ്രായം അറിയാമെന്ന് കരുതി. നമ്മുടെ കക്ഷിയുടെ ഈ അനുഭവം ഷെർലക് ഹോംസിൽ അസാധാരണമായ പ്രതികരണമാണ് ഉണ്ടാക്കിയത്. അദ്ദേഹം കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ശോഭ മടക്കാനാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആപത്ത് വരുമ്പോൾ കൂട്ടത്തോടെ. തലേന്ന് രാത്രിയിലത്തെ സംഭവം ഫെൽപ്സിനെ പിടിച്ചു കുലുക്കിയിരുന്നുവെങ്കിലും അയാൾ ചിരിച്ചു. നിങ്ങളെ നേരിട്ടിരുന്ന ആപത്ത് ഒഴിഞ്ഞെന്ന് തോന്നുന്നു, ഹോംസ് പറഞ്ഞു. വീടിന് ചുറ്റും ഒന്ന് നടക്കാനാവുമോ? ഓഹോ, കുറച്ച് സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. ജോസഫും കൂടെ വരും, അയാൾ പറഞ്ഞു. ഞാനും. മിസ് ഹാരിസൺ എഴുന്നേറ്റു. പാടില്ല, ഹോംസ് തലയാട്ടി. നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണമെന്ന് ഞാൻ പറയുന്നു. യുവതി അതൃപ്തിയോടെ അവിടെ ഇരുന്നു. അവളുടെ സഹോദരൻ ഞങ്ങളോടൊപ്പം എത്തി. ഞങ്ങൾ 4 പേരും ഒന്നിച്ച് പുറത്തിറങ്ങി. പുൽത്തകിടി ചുറ്റി ഫെൽപ്സിൻ്റെ മുറിയുടെ ജനാലയ്ക്ക് പുറത്തെത്തി. അവിടെ ആരോ ചവിട്ടിയ അടയാളമുണ്ടായിരുന്നു. പക്ഷേ തീരെ അവ്യക്തമായിരുന്നു അത്. കുനിഞ്ഞു നോക്കിയിട്ട് ഹോംസ് പറഞ്ഞു, ഇതിൽ നിന്നും ആർക്കും ഒന്നും മനസ്സിലാകാൻ ഒക്കുകയില്ല. നമുക്ക് വീടൊന്ന് ചുറ്റി നടന്ന് കാണാം. ഈ മുറി തന്നെ മോഷ്ടാവിൻ്റെ ലക്ഷ്യമാകാൻ കാരണം എന്തെന്ന് നോക്കാം. സന്ദർശന മുറിയിലും ഊണുമുറിയിലുമൊക്കെ കുറെ കൂടി വലിയ ജനാലകളുണ്ടല്ലോ. അവിടം റോഡിൽ നിന്ന് നോക്കിയേ കാണാം, ജോസഫ് ഹാരിസൺ പറഞ്ഞു. ഓ, അത് ശരി. ഇതാ ഒരു വാതിൽ. ഇത് തുറക്കാമായിരുന്നല്ലോ. ഇത് എവിടേക്കുള്ളതാണ്? കച്ചവടക്കാർക്കും മറ്റും വരാനുള്ള വഴിയാണ്. രാത്രി പൂട്ടിയിടും. ഇതിനു മുമ്പ് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല, ഫെൽപ്സ് പറഞ്ഞു. കള്ളന്മാരെ ആകർഷിക്കത്തക്കവണ്ണം വിലപിടിച്ച വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കാറുണ്ടോ? വിലയുള്ളതൊന്നുമില്ല. അലസഭാവത്തിൽ പോക്കറ്റിൽ കൈയിട്ട് ഹോംസ് അവിടെയൊക്കെ ചുറ്റി നടന്നു. എന്നിട്ട് ജോസഫിനോട് പറഞ്ഞു, അതിരിക്കട്ടെ, കള്ളൻ വേലിയിൽ ചാടിക്കയറിയ സ്ഥലം നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടം നമുക്കൊന്ന് പരിശോധിക്കാം. ആ തടിച്ച യുവാവ് വേലിയിൽ മുകളിലത്തെ മരക്കഷ്ണം ഒടിഞ്ഞു പോയിരുന്ന ഒരു സ്ഥലം കാണിച്ചു തന്നു. ഒരു ചെറിയ കഷ്ണം തൂങ്ങിക്കിടന്നിരുന്നു. ഹോംസ് അതിനെ വലിച്ചെടുത്ത് സൂക്ഷ്മമായി പരിശോധിച്ചു. ഇത് ഇന്നലെ രാത്രിയിൽ ഒടിഞ്ഞതാണെന്നാണോ പറയുന്നത്? കുറെ പഴകിയതല്ലേ? ആയിരിക്കും, ജോസഫിൻ്റെ മറുപടി. ഇതിലെ ആരും ചാടിപ്പോയ ലക്ഷണം കാണുന്നില്ല. ഇല്ല, ഇവിടെ നിന്ന് ഇനിയൊന്നും മനസ്സിലാക്കാനില്ല. നമുക്ക് മുറിയിൽ പോയിരുന്ന് സംസാരിക്കാം. ഭാവി ഭാര്യാ സഹോദരൻ്റെ കയ്യിൽ താങ്ങി പിടിച്ച് ഫെൽപ്സ് മെല്ലെ നടന്നു. ഹോംസ് പുൽത്തകിടി മുറിച്ചു കടന്ന് മുമ്പേ ചെന്നു. മറ്റുള്ളവർ നടന്നെത്തുന്നതിന് മുമ്പേ ഞങ്ങൾ വേഗം ബെഡ്റൂമിൻ്റെ ജനലിനടുത്തെത്തി. മിസ് ഹാരിസൺ,
ഹോംസ് ഗൗരവം സ്ഫുരിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. പകൽ മുഴുവൻ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. ഒന്നും കൊണ്ടും ഇവിടെ നിന്ന് പുറത്തിറങ്ങരുത്. ഇത് വളരെ പ്രധാനമാണ്. താങ്കൾ അങ്ങനെ നിർദ്ദേശിക്കുകയാണെങ്കിൽ മിസ്റ്റർ ഹോംസ്, ഞാൻ അതനുസരിക്കാം, ആ പെൺകുട്ടി ആശ്ചര്യത്തോടെ പറഞ്ഞു. ഉറങ്ങാൻ പോകുമ്പോൾ മുറി അടച്ചുപൂട്ടി താക്കോൽ കയ്യിൽ വെച്ചുകൊള്ളണം. അങ്ങനെ ചെയ്യാമെന്ന് സത്യം ചെയ്യണം. പേഴ്സി, അദ്ദേഹം ഞങ്ങളോടൊപ്പം ലണ്ടനിലേക്ക് വരുന്നു. ഞാനിവിടെ കഴിയണമെന്നാണോ? ഇത് അദ്ദേഹത്തിന് വേണ്ടി തന്നെയാണ്. വേഗം സമ്മതിക്കൂ, ഹോംസ് പറഞ്ഞു. മറ്റു രണ്ടുപേരും വരുന്നത് കണ്ട് അവർ വേഗം തലകുലുക്കി സമ്മതം പ്രകടമാക്കി. ആനി, നീ ഇവിടെ വിഷണ്ണിയായിരിക്കുന്നത് എന്താണ്? പുറത്തിറങ്ങി സൂര്യപ്രകാശം ഏൽക്കരുതോ? അവളുടെ സഹോദരൻ ചോദിച്ചു. വേണ്ട ജോസഫ്, ഒരു ചെറിയ തലവേദന. ഇവിടെ നല്ല തണുപ്പുമുണ്ട്. ഇനി എന്തു ചെയ്യണമെന്നാണ് പറയുന്നത്? നമ്മുടെ കക്ഷി ഹോംസിനോട് ചോദിച്ചു. ഈ ചെറിയ കാര്യം അന്വേഷിക്കുന്നതിനിടയിൽ നാം നമ്മുടെ മുഖ്യമായ പ്രശ്നം മറന്നുകളയാൻ പാടില്ല. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ലണ്ടനിലേക്ക് ഒരു യാത്ര ചെയ്യാൻ കഴിയുമെങ്കിൽ ഉപകാരമായി. ഉടനെയോ? എത്രയും വേഗം, 1 മണിക്കൂറിനുള്ളിൽ. എന്നെക്കൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ വരാം. എനിക്ക് നല്ല ആരോഗ്യമുണ്ടെന്ന് തോന്നുന്നു. വളരെ പ്രയോജനമുണ്ടാകും. ഇന്ന് രാത്രി അവിടെ കഴിയാനാണോ? അതെ. ഇന്നലെ രാത്രിയിലത്തെ സുഹൃത്ത് ഇന്നും വരികയാണെങ്കിൽ കിളി പറന്നുപോയെന്ന് മനസ്സിലാകും. മിസ്റ്റർ ഹോംസ്, ഞങ്ങളെല്ലാം ഇപ്പോൾ താങ്കളുടെ അധീനതയിലാണ്. എന്ത് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്നെ സഹായിക്കുന്നതിന് ജോസഫ് കൂടി വരുന്നതിന് കുഴപ്പമില്ലല്ലോ. വേണ്ട, എൻ്റെ സുഹൃത്ത് വാട്സൺ ഡോക്ടറാണെന്നറിയാമല്ലോ. അദ്ദേഹം നിങ്ങളെ നോക്കിക്കൊള്ളും. നിങ്ങൾ അനുവദിക്കുമെങ്കിൽ നമുക്കിവിടെ നിന്നും ആഹാരം കഴിഞ്ഞ് 3 പേർക്കും ഒന്നിച്ച് പുറപ്പെടാം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. മിസ് ഹാരിസൺ എന്തോ ഒഴിവ് കഴിവ് പറഞ്ഞ് ഹോംസ് പറഞ്ഞിരുന്നത് പോലെ മുറിയിൽ നിന്ന് ഇറങ്ങാതെ കഴിച്ചുകൂട്ടി. എൻ്റെ സുഹൃത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു പക്ഷേ ഫെൽപ്സിൽ നിന്നും അകറ്റി നിർത്തുന്നതിനാവാം. ആരോഗ്യം വീണ്ടു കിട്ടിയതിലും പ്രവൃത്തികളിൽ ഏർപ്പെടാൻ കഴിഞ്ഞതിലും ഉള്ള ഉത്സാഹത്തോടെ ഫെൽപ്സ് ഞങ്ങളോടൊപ്പം ഭക്ഷണമുറിയിൽ ഇരുന്ന് തന്നെ ആഹാരം കഴിച്ചു. സ്റ്റേഷനിലെത്തി എല്ലാവരും വണ്ടിയിൽ കയറിയിരുന്നു. അപ്പോൾ ഹോംസ് താൻ വോക്കിങ്ങിൽ തന്നെ തങ്ങാൻ പോകുന്നുവെന്ന് ശാന്തനായി പ്രഖ്യാപിച്ചത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വരുന്നതിന് മുമ്പ് 1-2 ചെറിയ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനുണ്ട്. മിസ്റ്റർ ഫെൽപ്സ്, നിങ്ങളുടെ അഭാവം എനിക്ക് സഹായകരമായിരിക്കും. വാട്സൺ, ഒരു ഉപകാരം ചെയ്യണം. ലണ്ടനിലെത്തിയാൽ നേരെ ബേക്കൽ സ്ട്രീറ്റിലേക്ക് പോകണം. ഞാൻ വരുന്നതുവരെ ഫെൽപ്സിനോടൊപ്പം ഉണ്ടായിരിക്കുകയും വേണം. നിങ്ങൾ സഹപാഠികളായതുകൊണ്ട് നന്നായി. പല കാര്യങ്ങളും പറയാനുണ്ടാകുമല്ലോ. മിസ്റ്റർ ഫെൽപ്സ് നമ്മുടെ ആ ഒഴിഞ്ഞ കിടപ്പുമുറി ഉപയോഗിക്കട്ടെ. രാവിലെ പ്രഭാത ഭക്ഷണ സമയത്ത് ഞാൻ നിങ്ങളോടൊപ്പം എത്തും. 8 മണിക്ക് വാട്ടർലൂവിലെത്തുന്ന ഒരു ട്രെയിനുണ്ട്. ലണ്ടനിലെ അന്വേഷണത്തിൻ്റെ കാര്യം ഫെൽപ്സ് നിരാശനായതുപോലെ തോന്നി. അത് നാളെയാക്കാം. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതാണ് കൂടുതൽ പ്രയോജനകരമെന്ന് എനിക്ക് തോന്നുന്നു. നാളെ രാത്രി ഞാൻ ബ്രയാൻ ബ്രയിലേക്ക് മടങ്ങുമെന്ന് അവിടെ പറഞ്ഞേക്കൂ. വണ്ടി സ്റ്റേഷനിൽ നിന്ന് ഇളകിത്തുടങ്ങിയപ്പോൾ ഫെൽപ്സ് വിളിച്ചു പറഞ്ഞു. ഞാൻ ബ്രയാൻ ബ്രയിലേക്ക് പോകുന്നില്ല എന്ന് ഹോംസ് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് കൈവീശി. ഞങ്ങൾ വണ്ടിയിൽ വെച്ച് ഇക്കാര്യം ചർച്ച ചെയ്തെങ്കിലും പെട്ടെന്നുള്ള ഈ മാറ്റത്തിന് തൃപ്തികരമായ കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നത് ഇന്നലെ രാത്രി നടന്ന മോഷണ ശ്രമത്തെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ കിട്ടുമോ എന്ന് അന്വേഷിക്കുകയാണെന്നാണ്. ഞാൻ പറഞ്ഞു, അതൊരു മോഷണ ശ്രമം മാത്രമാണോ എന്ന കാര്യം സംശയമാണ്. വെറുമൊരു കള്ളനാണെന്ന് തോന്നുന്നില്ല. പിന്നെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ ക്ഷീണിച്ച ഞരമ്പുകളുടെ തോന്നലാണോ എന്തോ? ഏതോ ആഴത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ചില കാരണങ്ങൾ കൊണ്ട് എൻ്റെ ജീവനിൽ അവർ ലക്ഷ്യമിട്ടിരിക്കുന്നതായി ഞാൻ കരുതുന്നു. വിശ്വസിക്കാൻ പ്രയാസമാണല്ലേ? പക്ഷേ വസ്തുതകൾ പരിശോധിച്ചു നോക്കൂ. വിലപിടിപ്പുള്ള ഒന്നുമില്ലാത്ത എൻ്റെ ഉറക്കറയിലെ ജനാല പൊളിച്ച് ഒരുത്തൻ കയറുന്നു, കയ്യിലൊരു നീണ്ട കത്തിയുമായി. അത് കത്തി തന്നെ ആയിരുന്നോ? അതോ ജനാല തുറക്കാനുള്ള കമ്പി മാത്രമാണോ? അല്ലല്ല, അത് കത്തി തന്നെയാണ്. അതിൻ്റെ തിളക്കം ഞാൻ വ്യക്തമായി കണ്ടതാണ്. പക്ഷേ നിങ്ങളോട് ഇത്ര വിരോധം തോന്നാൻ കാരണം ആർക്കാണ്? അതാണ് ഞാനും ആലോചിക്കുന്നത്. ഹോംസിനും ഇതേ അഭിപ്രായമാണ് ഉള്ളതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവൃത്തി ന്യായീകരിക്കത്തക്കതാണ്, അല്ലേ?
നിങ്ങളുടെ സിദ്ധാന്തം ശരിയാണെങ്കിൽ ഇന്നലെ രാത്രി നിങ്ങളെ ഭയപ്പെടുത്തിയവനെ പിടികൂടിയാൽ നാവിക ഉടമ്പടിയെപ്പറ്റിയും അറിയാൻ കഴിയും. ഉടമ്പടി മോഷ്ടിച്ചതും നിങ്ങളുടെ ജീവനെ ഭീഷണിപ്പെടുത്തിയതും പരസ്പര ബന്ധമില്ലാത്ത രണ്ടുപേരാണെന്ന് കരുതുന്നത് വിഡിത്തമാണ്. എന്നാൽ ഹോംസ് ബ്രയാൻ ബ്രയിലേക്ക് പോകുന്നില്ലെന്നല്ലേ പറഞ്ഞത്? എനിക്ക് ഹോംസിനെ ദീർഘനാളത്തെ പരിചയമുണ്ട്. ശരിയായ കാരണമില്ലാതെ എന്തെങ്കിലും ചെയ്യുന്ന കൂട്ടത്തിലല്ല അദ്ദേഹം. ഞങ്ങളുടെ സംഭാഷണം മറ്റു വിഷയങ്ങളിലേക്ക് വഴുതി വീണു. ഞാൻ വളരെ ക്ഷീണിച്ചിരുന്ന ഒരു ദിവസമായിരുന്നു അത്. ഫെൽപ്സ് അപ്പോഴും ദുർബലനായിരുന്നു. നിർഭാഗ്യകരമായ സംഭവങ്ങൾ അയാളെ ദുഃഖിതനും അധീരനുമാക്കിയിരുന്നു. അയാളുടെ മനസ്സിനെ ആ ദുഷിച്ച വലയത്തിൽ നിന്നും പുറത്താക്കാൻ ഞാൻ കഠിന പ്രയത്നം നടത്തി. സാമൂഹ്യ പ്രശ്നങ്ങളിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഇന്ത്യയിലേക്കുമൊക്കെ ഞങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ വിപുല ശ്രമം നടത്തി. എന്തു പറഞ്ഞാലും കറങ്ങിത്തിരിഞ്ഞ് തൻ്റെ നഷ്ടപ്പെട്ട ഉടമ്പടിയിലേക്ക് അയാൾ മടങ്ങി വരും. ഹോംസ് എന്തു ചെയ്യുകയാണെന്നും ഹോൾഡേഴ്സ് പ്രഭു എന്തു ചെയ്യുമെന്നും രാവിലെ എന്തു വാർത്തയാണ് ലഭിക്കുക എന്നുമൊക്കെ ആലോചിച്ച് ഉത്കണ്ഠയോടെ നിമിഷങ്ങൾ തള്ളി നീക്കി. സമയം ചെല്ലുന്തോറും ഈ ഉത്കണ്ഠ കൂടുതൽ വേദനാജനകമായി തീർന്നു. നിങ്ങൾക്ക് ഹോംസിൽ പൂർണ്ണ വിശ്വാസമുണ്ടോ? അയാൾ ചോദിച്ചു. അദ്ദേഹം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ മറുപടി പറഞ്ഞു. ഇതുപോലെ യാതൊരു തെളിവുമില്ലാത്ത കേസുകൾക്ക് അദ്ദേഹം മുമ്പ് തുമ്പുണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ട്, ഇതിനേക്കാൾ കുഴപ്പം പിടിച്ച കേസുകൾ തെളിയിച്ചിട്ടുണ്ട്. ഇത്രയും അപകട സാധ്യതയുള്ളവ? അതെനിക്കറിഞ്ഞുകൂടാ. യൂറോപ്പിലെ 3 രാജകുടുംബങ്ങളെ ബാധിച്ചിരുന്ന പ്രധാന പ്രശ്നങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നതായി അറിയാം. വാട്സൺ, നിങ്ങൾക്ക് അദ്ദേഹത്തെ അടുത്തറിയാം. എനിക്ക് അദ്ദേഹത്തിൻ്റെ ചേഷ്ടകളൊന്നും വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് പ്രതീക്ഷയുള്ളതായി തോന്നുന്നുണ്ടോ? ഇതിൽ വിജയിക്കുമെന്ന് അദ്ദേഹം കരുതുന്നുണ്ടാവുമോ? അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, അത് നല്ല ലക്ഷണമല്ല. നേരെ മറിച്ചാണ്. തെറ്റുപറ്റിയാൽ അദ്ദേഹം ഉടനെ തുറന്നു പറയുമെന്നാണ് എൻ്റെ അനുഭവം. തെളിവ് കിട്ടി തുടങ്ങുകയും അത് ശരിയായ തെളിവുകൾ തന്നെയാണോ എന്ന് ഉറപ്പു വരാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹം മിതഭാഷിയാവുന്നത്. എന്തായാലും ഇനി കൂടുതൽ ചിന്തിച്ച് തല പുണ്ണാക്കിയിട്ട് കാര്യമില്ല സുഹൃത്തേ. ദയവായി കിടന്നുറങ്ങൂ. ക്ഷീണമകറ്റി രാവിലെ വരാനുള്ളതിനെ പ്രതീക്ഷിച്ചിരിക്കാം. വളരെ പ്രയാസപ്പെട്ട് ഞാൻ എൻ്റെ ചങ്ങാതിയെ ഉറക്കറയിലേക്ക് അയച്ചു. എങ്കിലും ആ പ്രക്ഷുബ്ധ അവസ്ഥയിൽ അയാൾക്ക് ഉറക്കം വരികയില്ലെന്ന് എനിക്കറിയാം. രാത്രി മുഴുവൻ ഞാനും ഉറങ്ങാതെ കിടന്നു, ഈ വിചിത്രമായ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്. അതിന് ഒരു 100 ഉത്തരങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഉണർന്നു കിടന്നു. ഹോംസ് വോക്കിങ്ങിൽ തങ്ങിയതെന്തിനാണ്? മിസ് ഹാരിസൺ പകൽ മുഴുവൻ മുറിക്ക് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞതെന്തേ? താൻ അവിടെ കഴിയാൻ ഉദ്ദേശിക്കുന്ന വിവരം ബ്രയാൻ ബ്രയിലുള്ളവരെ അറിയിക്കാത്തതെന്ത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിൽ തലപുകഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയി. 7 മണിക്ക് ഞാൻ ഉണർന്നു. നേരെ ഫെൽപ്സിൻ്റെ മുറിയിലേക്ക് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഉറക്കമില്ലാത്ത രാത്രിക്ക് ശേഷം ക്ഷീണിച്ച് തളർന്ന ഫെൽപ്സ് ഹോംസ് എത്തിയോ എന്നാണ് ആദ്യം ചോദിച്ചത്. പറഞ്ഞ സമയത്ത് അദ്ദേഹം എവിടെ കാണും? 1 മിനിറ്റ് നേരത്തെയോ 1 മിനിറ്റ് വൈകിയോ വരികയില്ലെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ വാക്കുകൾ സത്യമായിരുന്നു. 8 മണി കഴിഞ്ഞ ഉടനെ ഒരു കുതിരവണ്ടി വാതിക്കൽ വന്ന് നിന്നു. എൻ്റെ സ്നേഹിതൻ അതിൽ നിന്നിറങ്ങി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാൻഡേജ് ഇട്ടിരുന്നതായും മുഖം വിളറി വളരെ ഗൗരവഭാവത്തിലിരുന്നതായും ഞാൻ ജനലിൽ കൂടി കണ്ടു. അദ്ദേഹം വീടിനുള്ളിൽ കടന്ന് കുറെ കഴിഞ്ഞാണ് കോണി കയറി മുകളിൽ വന്നത്. പരാജയപ്പെട്ടതുപോലെ തോന്നുന്നു, ഫെൽപ്സ് വിലപിച്ചു. എനിക്കും ആ അഭിപ്രായത്തോട് യോജിക്കേണ്ടി വന്നു. ഒരു പക്ഷേ പ്രശ്നത്തിൻ്റെ താക്കോൽ ഇവിടെ പട്ടണത്തിലായിരിക്കും. ഞാൻ അദ്ദേഹത്തിൽ വളരെ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. ആ കയ്യിൽ ഇന്നലെ ബാൻഡേജ് ഇല്ലായിരുന്നുവല്ലോ. എന്തു പറ്റിയതായിരിക്കും? ഫെൽപ്സ് കേണു. ഹോംസ്, നിങ്ങൾക്ക് മുറിവ് പറ്റിയോ? അദ്ദേഹം മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ചോദിച്ചു. സാരമില്ല, ഒരു ചെറിയ പോറൽ. എൻ്റെ സൂക്ഷ്മതക്കുറവ് കൊണ്ട് പറ്റിയതാണ്. ഞങ്ങളെ ശിരസ് കുനിച്ച് അഭിവാദനം ചെയ്ത് ഹോംസ് പറഞ്ഞു. നിങ്ങളുടെ കേസ് ഞാൻ അന്വേഷിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദുരൂഹമാണ്. താങ്കളുടെ കഴിവിനപ്പുറമായിരിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു, ഫെൽപ്സ് പറഞ്ഞു. അത് ഒരു അപൂർവമായ അനുഭവമായിരുന്നു, ഹോംസ് വീണ്ടും പറഞ്ഞു. സാഹസിക കൃത്യം നടന്നതായി ആ ബാൻഡേജ് പറയുന്നു. ഞാനും പറഞ്ഞു. എന്ത് സംഭവിച്ചുവെന്ന് പറയൂ, എനിക്ക് ആകാംക്ഷയായി. പ്രാതലിന് ശേഷമാകട്ടെ വാട്സൺ, ഇന്ന് രാവിലെ 30 മൈൽ തീവണ്ടി യാത്ര ചെയ്തതല്ലേ? വണ്ടിക്കാരനെക്കുറിച്ചുള്ള പരസ്യത്തിന് മറുപടിയൊന്നും കിട്ടിയില്ലല്ലോ. എപ്പോഴും വിജയം നമ്മെ അനുഗ്രഹിക്കണമെന്നില്ല.
പ്രാതലിനുള്ള സമയമായിരുന്നു. മിസ്സിസ് ഹഡ്സൺ ചായയും കാപ്പിയും കൊണ്ടുവന്നു. 2-3 മിനിറ്റ് കഴിഞ്ഞ് അവർ പൊതിഞ്ഞു മൂടിയ 3 പ്ലേറ്റ് ഹാജരാക്കി. ഹോംസ് വിശന്ന് അവശനായും ഞാൻ ഉത്കണ്ഠയോടെയും ഫെൽപ്സ് നിരാശാഭരിതനായും ഇരുന്നിരുന്നു. തൻ്റെ പ്ലേറ്റിൽ കോഴിയിറച്ചി കണ്ട് ഹോംസ് പറഞ്ഞു, മിസ്സിസ് ഹഡ്സൺ സന്ദർഭത്തിനൊത്ത് ഉയരുന്നുണ്ട്. വിഭവങ്ങൾ കുറച്ചേ ഉള്ളുവെങ്കിലും ഉത്തമമായിരിക്കുന്നു. വാട്സന്റെ പ്ലേറ്റിൽ എന്താണ്? മുട്ടയും ഇറച്ചിയും. ഞാൻ പറഞ്ഞു, കൊള്ളാം. മിസ്റ്റർ ഫെൽപ്സിന് എന്താണ് വേണ്ടത്? കോഴിയിറച്ചിക്കറി, മുട്ട, അതോ ആവശ്യമുള്ളതെടുത്ത് കഴിക്കുന്നോ? നന്ദി, എനിക്ക് വിശപ്പില്ല. സാരമില്ല, ഈ പ്ലേറ്റിലുള്ളത് കഴിക്കൂ. നന്ദി, എനിക്കൊന്നും വേണ്ട. ശരി, എന്നാൽ അതിൽ കുറച്ച് ഇങ്ങോട്ട് തരൂ, ഹോംസ് ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു. ഫെൽപ്സ് പാത്രത്തിൻ്റെ മൂടി തുറന്നു. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ആ പ്ലേറ്റിനെ പോലെ വിളറി വെളുത്ത മുഖവുമായി തുറച്ചു നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു പോയി. ആ പാത്രത്തിൽ ചാര നിറത്തിലുള്ള ഒരു കടലാസു ചുരുളാണ് ഉണ്ടായിരുന്നത്. അയാൾ അതെടുത്ത് ആർത്തിയോടെ നോക്കി. പെട്ടെന്ന് ഭ്രാന്തനെ പോലെ അതിനെ മാറോടക്കി പിടിച്ച് മുറിയിൽ നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. അല്പം കഴിഞ്ഞ് വാടിത്തളർന്ന് ചാരു കസേരയിൽ വീണു. ബോധക്കേടുണ്ടാവുമെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ബ്രാൻഡി വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. മുതുകിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു, ശാന്തനാകൂ, ഇങ്ങനെ തുള്ളിച്ചാടിയാലോ? അല്പം നാടകീയതയ്ക്ക് അവസരം കിട്ടിയാൽ ഞാൻ വെറുതെ കളയാറില്ലെന്ന് വാട്സൺ അറിയാം. ഫെൽപ്സ് ഹോംസിൻ്റെ കയ്യിൽ കടന്നു പിടിച്ച് ചുംബിച്ചു. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ, താങ്കൾ എൻ്റെ മാനം രക്ഷിച്ചു. എൻ്റെ മാനവും എനിക്ക് രക്ഷിക്കേണ്ടേ? നിങ്ങളെ ഏൽപ്പിച്ച ജോലിയിൽ വീഴ്ച വരുത്തുന്നത് പോലെ മാനക്കേടാണ് എനിക്ക് എൻ്റെ തൊഴിലിൽ പരാജയം വരിക്കുന്നതും. തൻ്റെ കോട്ടിനുള്ളിലെ കീശയിലേക്ക് ഫെൽപ്സ് ആ ഉടമ്പടി തള്ളി വെച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രാതലിന് തടസ്സമുണ്ടാക്കാൻ ആഗ്രഹമില്ല. എങ്കിലും ഇതെവിടെയുണ്ടായിരുന്നെന്നും എങ്ങനെയാണ് കിട്ടിയതെന്നും അറിയാൻ എന്തെന്നില്ലാത്ത ആകാംക്ഷയുണ്ട്. ഷെർലക് ഹോംസ് ഒരു കപ്പ് കാപ്പി കുടിച്ചു. മുട്ടയും ഇറച്ചി കഷ്ണങ്ങളും അകത്താക്കി എണീറ്റ് പൈപ്പ് കത്തിച്ചിട്ട് കസേരയിലിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആദ്യം ഞാൻ എന്ത് ചെയ്തുവെന്ന് പറയാം, എങ്ങനെയാണ് ചെയ്തതെന്ന് പിന്നീടും. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും റിപ്ലേ എന്ന് പേരുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് ഞാൻ നടന്നു. നല്ല പ്രകൃതി മനോഹരമായ സ്ഥലം. അവിടെ ഒരു ഹോട്ടലിൽ നിന്നും ചായ കുടിച്ചു. എൻ്റെ ഫ്ലാസ്കിൽ കുറെ കരുതാനും മറന്നില്ല. കുറച്ച് റൊട്ടി പൊതിഞ്ഞെടുത്ത് പോക്കറ്റിൽ നിക്ഷേപിച്ചിരുന്നു. പകൽ മുഴുവൻ ഞാൻ അവിടെ കഴിച്ചുകൂട്ടി. പിന്നീട് വീണ്ടും വാക്കിങ്ങിലേക്ക് പുറപ്പെട്ടു. സൂര്യാസ്തമയത്തോടെ ബ്രയാൻ ബ്രയുടെ മുന്നിലുള്ള റോഡിലെത്തി. റോഡിൽ ആൾത്തിരക്കൊഴിയുന്നതുവരെ ഞാൻ കാത്തിരുന്നു. വലിയ തിരക്കുള്ള റോഡായിരുന്നില്ല അത്. എന്നിട്ട് വേലി ചാടി ഞാൻ പുരയിടത്തിൽ പ്രവേശിച്ചു. ഗേറ്റ് തുറന്നിരുന്നില്ലേ? ഫെൽപ്സ് അത്ഭുതപ്പെട്ടു. തുറന്നിരുന്നു, പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളിൽ എനിക്ക് ചില പ്രത്യേകതകളുണ്ട്. 3 ദേവദാരു വൃക്ഷങ്ങൾ നിൽക്കുന്നില്ലേ? അതിൻ്റെ മറവിൽ വീട്ടിലെ ആരും കാണാതെ ഞാൻ പതുങ്ങിയിരുന്നു. ചെടികളുടെ മറവിൽ കൂടി ഇഴഞ്ഞിഴഞ്ഞ് നിങ്ങളുടെ കിടക്കമുറിയുടെ ജനാലയ്ക്ക് പുറത്തെത്തി അവിടെ പതുങ്ങിയിരുന്നു. എൻ്റെ കാലുറയുടെയും മുട്ടിൻ്റെയും ശോചനാവസ്ഥ നോക്കൂ. ജനാല അടച്ചിരുന്നില്ല. മിസ് ഹാരിസൺ മേശയ്ക്കരികിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. 10:15 അവർ പുസ്തകം അടച്ചു. ജനാലകൾ പൂട്ടിയ ശേഷം അവർ പോയി വാതിലടയ്ക്കുന്നതും പൂട്ടിൽ താക്കോൽ കറക്കുന്നതും ഞാൻ കേട്ടു. താക്കോലോ? ഫെൽപ്സ് ആശ്ചര്യത്തോടെ ചോദിച്ചു. അതെ, ഉറങ്ങാൻ പോകുമ്പോൾ വാതിൽ പൂട്ടി താക്കോൽ കൂടി കൊണ്ടുപോകണമെന്ന് ഞാൻ നിർദ്ദേശിച്ചിരുന്നു. എൻ്റെ നിർദ്ദേശം അവർ അക്ഷരം പ്രതി അനുസരിച്ചു. അവരുടെ സഹകരണമില്ലായിരുന്നുവെങ്കിൽ ആ പേപ്പർ ഇപ്പോൾ നിങ്ങളുടെ കോട്ടിൻ്റെ പോക്കറ്റിൽ കാണുകയില്ലായിരുന്നു. വീട്ടിലെ വിളക്കുകൾ അണഞ്ഞു. ഞാൻ പുറത്ത് ചെടികൾക്കിടയിൽ പതുങ്ങിയിരുന്നു. അതൊരു നല്ല രാത്രിയായിരുന്നു. എങ്കിലും മടുപ്പിക്കുന്ന കാത്തിരിപ്പ്. വേട്ടക്കാരൻ ജലാശയത്തിനരികെ കാട്ടാനയെ കാത്തിരിക്കുമ്പോഴുള്ള ആ ഉത്കണ്ഠയുണ്ടല്ലോ, അതാണതിൻ്റെ രസം. അതെന്ത് കാത്തിരിപ്പായിരുന്നു വാട്സൺ. പണ്ട് നമ്മൾ 2 പേരും പുള്ളിത്തലക്കെട്ടെന്ന ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ ഭയാനകമായ ആ മുറിക്കകത്ത് കാത്തിരുന്നില്ലേ? ഏതാണ്ട് അതുപോലെ. 15 മിനിറ്റിലൊരിക്കൽ വോക്കിങ്ങിലെ പള്ളിയിൽ നിന്ന് മണി മുഴങ്ങിയിരുന്നു. ചിലപ്പോൾ അത് ശബ്ദിക്കാൻ മറന്നുപോയോ എന്ന് ഞാൻ സംശയിച്ചു. അങ്ങനെയിരിക്കെ ഒടുവിൽ വെളുപ്പിന് 2 മണിയോടടുത്ത് കൊളുത്തു തള്ളി മാറ്റുന്നതിൻ്റെയും താക്കോൽ തിരിയുന്നതിൻ്റെയും ശബ്ദം ഞാൻ കേട്ടു. അടുത്ത നിമിഷം
ഭൃത്യന്മാരുടെ മുറി തുറന്ന് മിസ്റ്റർ ജോസഫ് ഹാരിസൺ മുറ്റത്തെ നിലാവിലേക്ക് ഇറങ്ങി വന്നു. ജോസഫ്! ഫെൽപ്സ് അത്ഭുതപ്പെട്ടു. അയാളുടെ തലയിൽ തൊപ്പി ഉണ്ടായിരുന്നില്ല. ഒരു കറുത്ത കോട്ട് പുതച്ചിരുന്നു. എന്തെങ്കിലും ബഹളം കേട്ടാലുടനെ അതുകൊണ്ട് മുഖം മറയ്ക്കാൻ കഴിയുന്ന വിധമാണ് അത് ധരിച്ചിരുന്നത്. ചുമരിനോട് ചേർന്ന് നിഴൽ പറ്റി പതുങ്ങി പതുങ്ങി അയാൾ നടന്നു. ജനലിനടുത്തെത്തിയപ്പോൾ നീണ്ട കത്തി കൊണ്ട് ജനാലയുടെ കൊളുത്തകറ്റി. ഞാൻ ഒളിച്ചിരുന്നിടത്തു നിന്നും മുറിക്കകവും അയാളുടെ ഓരോ ചലനവും വ്യക്തമായി കാണാമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന 2 മെഴുകുതിരികളും അയാൾ കത്തിച്ചു. വാതിലിനടുത്ത് നിലത്ത് വെച്ചിരുന്ന പരവതാനിയുടെ ഒരറ്റം പൊക്കി അവിടെ ഉറപ്പിച്ചിരുന്ന ഒരു പലക ഇളക്കിയെടുത്തു. ഗ്യാസ് പൈപ്പുകളുടെ ജോയിന്റിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന പലകയായിരുന്നു അത്. അവിടെ ഒളിച്ചു വെച്ചിരുന്ന കടലാസ് ചുരുൾ അയാൾ പുറത്തെടുത്തു. പലക യഥാസ്ഥാനത്ത് വെച്ച് പരവതാനി നേരെയാക്കി മെഴുകുതിരി അണച്ചിട്ട് ജനാലയ്ക്ക് പുറത്ത് നേരെ എൻ്റെ മുമ്പിൽ വന്നു ചാടി. ഞാൻ അയാളെ കാത്തു നിൽക്കുകയായിരുന്നു. ജോസഫ് ഞാൻ കരുതിയിരുന്നതിനേക്കാൾ ക്രൂരനാണ്. എൻ്റെ നേരെ കത്തിയുമായി അയാൾ ചാടി വീണു. എൻ്റെ പിടിയിൽ ഒതുങ്ങുന്നതിന് മുമ്പ് കത്തി തട്ടി എൻ്റെ വിരലൽപ്പം മുറിഞ്ഞു. യുദ്ധം കഴിഞ്ഞപ്പോൾ കാഴ്ചശക്തി അവശേഷിച്ചിരുന്ന അയാളുടെ ഒറ്റക്കണ്ണിൽ സംഹാരദാഹം മുറ്റി നിന്നിരുന്നു. എങ്കിലും ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം കടലാസ് എൻ്റെ കയ്യിൽ തരേണ്ടി വന്നു. ഞാൻ അയാളെ പോകാൻ അനുവദിച്ചു. ഇന്ന് രാവിലെ തന്നെ ഫോർബ്സിന് കമ്പി അടിച്ചിട്ടുണ്ട്. ജോസഫിനെ അയാൾക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ നല്ലത്. പക്ഷേ നമ്മുടെ ഫോർബ്സ് അവിടെ എത്തുമ്പോഴേക്കും കൂട്ടിൽ നിന്നും കിളി പറന്നു പോയിരിക്കാമെന്നാണ് എൻ്റെ ബലമായ സംശയം. ഒന്നോർത്താൽ അത് നല്ലത് തന്നെ. ഹോൾഡേഴ്സ് പ്രഭുവിനോ പേഴ്സി ഫെൽപ്സിനോ ഇക്കാര്യം കോടതിയിലേക്ക് വലിച്ചിഴക്കണമെന്ന ആഗ്രഹം കാണുമെന്ന് തോന്നുന്നില്ല. ദൈവമേ, കഴിഞ്ഞ 10 ആഴ്ചക്കാലം ഞാൻ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഈ പേപ്പർ എൻ്റെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങളുടെ കക്ഷി അത്ഭുതപ്പെട്ട് വാ പിളർന്നു. അവിടെ തന്നെ ഉണ്ടായിരുന്നു. ജോസഫ് കള്ളൻ, ദുഷ്ടൻ. അയാൾ പുറമേ കാണുന്നത് പോലെയല്ല, വലിയ അപകടകാരിയാണ് എന്നെനിക്ക് തോന്നുന്നു. ഇന്ന് രാവിലെ അയാൾ പറഞ്ഞു കേട്ടതിൽ നിന്നും പുള്ളി കടത്തിൽ മുങ്ങിയിരിക്കുകയാണെന്ന് മനസ്സിലായി. ധനസമ്പാദനത്തിനായി ഏത് മാർഗവും സ്വീകരിക്കാൻ അയാൾ മടിക്കില്ല. തികഞ്ഞ സ്വാർത്ഥൻ. ഒരു സന്ദർഭം കിട്ടിയപ്പോൾ സഹോദരിയുടെ സന്തോഷമോ നിങ്ങളുടെ സൽപ്പേരോ അയാൾ പ്രശ്നമാക്കിയില്ല. പേഴ്സി ഫെൽപ്സ് കസേരയിൽ മലർന്നു കിടന്നു. എൻ്റെ തല ചുറ്റുന്നു. താങ്കൾ പറഞ്ഞത് കേട്ട് എൻ്റെ തല കറങ്ങുന്നു. ഒരധ്യാപകനെ പോലെ ഹോംസ് പ്രഭാഷണം തുടർന്നു. നിങ്ങളുടെ കേസിലെ പ്രധാന പ്രതിബന്ധം തെളിവുകൾ വളരെ കൂടുതലുണ്ടായിരുന്നു എന്നതാണ്. പ്രധാനപ്പെട്ട തെളിവുകൾ അപ്രധാനമായവയ്ക്ക് അടിയിലായിപ്പോയി. നമുക്ക് ലഭിച്ച വസ്തുതകളിൽ നിന്ന് ആവശ്യമുള്ളവ മാത്രം തിരഞ്ഞെടുത്ത് ക്രമപ്പെടുത്തി സംഭവ പരമ്പരകളുടെ പുനഃസൃഷ്ടി നടത്തേണ്ടി വന്നു. അന്ന് രാത്രി നിങ്ങൾ ജോസഫിനോടൊപ്പം യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചുവെന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജോസഫിനെ സംശയിച്ചു. അയാൾക്ക് ഓഫീസ് പരിചയമുള്ളത് കൊണ്ട് നിങ്ങളെ വന്ന് കാണാനിടയുണ്ട്. രോഗിയായി ഡോക്ടറോടൊപ്പം നിങ്ങൾ വീട്ടിലെത്തിയ ഉടനെ ജോസഫിനെ മറ്റൊരു മുറിയിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞിരുന്നുവല്ലോ. ഈ മുറിയിൽ ജോസഫിനല്ലാതെ മറ്റാർക്കും എന്തെങ്കിലും ഒളിച്ചു വെക്കാൻ സാധ്യമല്ല. മുറിക്കകത്ത് ആരോ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ എനിക്ക് തീർച്ചയായി. പ്രത്യേകിച്ചും നേഴ്സില്ലാത്ത ആദ്യ രാത്രി തന്നെ ആ ശ്രമം നടന്നത് കള്ളൻ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിവുള്ളവനാണെന്ന് ചൂണ്ടിക്കാണിച്ചു. ഞാനൊരു പൊട്ടൻ തന്നെ, ഫെൽപ്സ് പറഞ്ഞു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം കേസിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ ഇവയാണ്. ജോസഫ് ഹാരിസൺ ചാൾസ് സ്ട്രീറ്റിലെ വാതിൽ വഴി നിങ്ങളുടെ ഓഫീസിൽ പ്രവേശിച്ചു. വഴി അറിയാമായിരുന്നതുകൊണ്ട് നേരെ നിങ്ങളുടെ മുറിയിലേക്ക് വന്നു. നിങ്ങൾ താഴെ വാച്ച്മാൻ്റെ മുറിയിലായിരുന്നു. ആരെയും കാണാത്തതുകൊണ്ട് അയാൾ മണിയടിച്ചു. അപ്പോഴാണ് മേശപ്പുറത്ത് കിടന്ന പേപ്പർ കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ അതൊരു വിലപ്പെട്ട സുപ്രധാനമായ രേഖയാണെന്ന് മനസ്സിലാക്കി. അതെടുത്ത് പോക്കറ്റിൽ തിരുകി സ്ഥലം വിട്ടു. ഉറങ്ങിക്കിടന്ന വാച്ച്മാൻ മണിയടിച്ചതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ 1-2 മിനിറ്റ് കഴിഞ്ഞിരിക്കും. കള്ളനെ രക്ഷപ്പെടാൻ അത്രയും സമയം മതിയായിരുന്നു. ആദ്യത്തെ തീവണ്ടിക്ക് അയാൾ ലണ്ടനിലേക്ക് പോയി. കൊള്ള മുതൽ വില പിടിച്ചതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് സുരക്ഷിതമെന്ന് തോന്നിയ സ്ഥലത്ത് ഒളിച്ചു വെച്ചു. 1-2 ദിവസം കഴിഞ്ഞ് ഫ്രഞ്ച് എംബസിയിലേക്കോ അതുപോലെ വലിയ വില കിട്ടാവുന്ന മറ്റിടങ്ങളിലേക്കോ കൊണ്ടുപോകാമെന്ന് കരുതി. അപ്പോഴാണ് നിങ്ങളുടെ ആഗമനം ഉണ്ടാവുന്നത്.
മുന്നറിയിപ്പ് കൂടാതെ അയാളെ മുറിക്ക് പുറത്താക്കി. ആ നിമിഷം മുതൽ കുറഞ്ഞ പക്ഷം നിങ്ങൾ രണ്ടുപേരും എപ്പോഴും അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തൻ്റെ നിധി വീണ്ടെടുക്കാൻ അയാൾക്ക് അവസരം ലഭിച്ചില്ല. ഈ കാത്തിരിപ്പ് അയാളെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കും. അവസാനം ഒരവസരം കിട്ടിയപ്പോൾ മോഷ്ടിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ഉണർന്നതുകൊണ്ട് പണി പറ്റിയില്ല. അന്ന് രാത്രി നിങ്ങൾ പതിവുള്ള മരുന്ന് കുടിച്ചില്ലെന്ന കാര്യം ഓർക്കുന്നില്ലേ? ഓർക്കുന്നുണ്ട്. ഉറങ്ങാനുള്ള കൂടിയ മരുന്നെന്തോ അതിൽ ചേർത്തിരിക്കും. നിങ്ങൾ ബോധം കെട്ടുറങ്ങുമെന്ന് അയാൾ വിചാരിച്ചു. അടുത്ത അവസരത്തിൽ തന്നെ അയാൾ തൻ്റെ ശ്രമം ആവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നിങ്ങൾ മുറിക്ക് പുറത്തിറങ്ങിയത് അത്തരമൊരു അവസരം സൃഷ്ടിച്ചു. അതാണ് പകൽ മുഴുവൻ മിസ് ഹാരിസനോട് മുറിക്ക് പുറത്തിറങ്ങരുതെന്ന് ഞാൻ പറഞ്ഞത്. പിന്നീട് രംഗം വിജനമാണെന്ന് അയാളെ ധരിപ്പിച്ചിട്ട് ഞാൻ മറഞ്ഞ് കാവലിരിക്കുകയാണ് ചെയ്തത്. ശേഷം ഞാൻ പറഞ്ഞല്ലോ, പേപ്പർ മുറിയിൽ തന്നെയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എന്നാൽ പലകകളെല്ലാം വലിച്ചിളക്കി ഒക്കെ താറുമാറാക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അയാളുടെ കൈകൊണ്ട് തന്നെ അത് പുറത്തെടുക്കട്ടെ, അങ്ങനെ എൻ്റെ ജോലി ലാഭിക്കാമെന്ന് ഞാൻ കരുതി. ഇനി വല്ല സംശയമുണ്ടോ? ആദ്യത്തെ പ്രാവശ്യം വാതിക്കൽ കൂടി വരാതെ എന്തിനാണ് അയാൾ ജനാല തുറക്കാൻ ശ്രമിച്ചത്? ഞാൻ ചോദിച്ചു. വാതിക്കൽ എത്തണമെങ്കിൽ 7 മുറികൾ കടന്നു വേണം വരാൻ. പുൽത്തകിടി വഴി എളുപ്പം പ്രവേശിക്കാം. അങ്ങനെ നമ്മുടെ നാവിക ഉടമ്പടി എന്ന ഷെർലക് ഹോംസ് സ്റ്റോറി അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും കേൾക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.